ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഫാമിലി റൗണ്ട് അവസാനിച്ചിരിക്കുകയാണ്. ഫാമിലി റൗണ്ട് കഴിഞ്ഞ് റസ്മിന്റെ വീട്ടുകാരും അതോടൊപ്പം തന്നെ ജാസ്മിന്റെ വീട്ടുകാരും ബിഗ് ബോസ് വീട്ടിൽ നിന്നും വെളിയിൽ പോയിരിക്കുകയാണ്. എന്നാൽ പോകുന്നതിന് മുമ്പ് തന്നെ മത്സരാർത്ഥികളായ റസ്മിനോടും ജാസ്മിനോടും നല്ല രീതിയിലുള്ള ഉപദേശങ്ങൾ കൊടുത്തിട്ടാണ് അവർ പോയിരിക്കുന്നത്. ജാസ്മിനോട് പറഞ്ഞിട്ടുണ്ട്, ഇനി മേലാൽ നീ കരയുകയോ അതോടൊപ്പം തന്നെ നീ പഴയ കാര്യങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുകയോ ചെയ്യരുത്, നീ നല്ല രീതിയിൽ കളിക്കണം എന്ന് പറഞ്ഞു കൊടുത്ത് ജാസ്മിന്. റസ്മിനോട് പറഞ്ഞു കൊടുത്തു, നീ ഫ്രണ്ട്ഷിപ്പിന്റെ വലയത്തിൽ പെട്ടുപോകുന്നു, ഇനി ഒരിക്കലും ഫ്രണ്ട്ഷിപ്പിന്റെ വലയത്തിൽ പെട്ടുപോകരുത്, ഗെയിമിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുക എന്ന് പറഞ്ഞു കൊടുത്ത് റസ്മിനോടും പറഞ്ഞു കൊടുത്തു. എന്നാൽ വന്നപ്പോൾ തന്നെ ജാസ്മിന്റെ കയ്യിൽ നിന്ന് മാലയും അതോടൊപ്പം തന്നെ ഫോട്ടോയും എടുത്തു മാറ്റി ജാസ്മിന് ഫസ്റ്റ് തന്നെ ഒരു മാലയും കൊടുത്ത് ഒരു ടെഡി ബിയറും കൊടുത്ത് സെറ്റിലാക്കി. എന്തുവായാലും ഇനി ജാസ്മിൻ അതും വെച്ചുകൊണ്ടിരിക്കണം, ഓർമ്മകൾ മൊത്തം ആ അഫ്സലിലേക്ക് എത്തണം. ആ ഒരു രീതിയിലേക്ക് മാതാപിതാക്കൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ജാസ്മിൻ കളിക്കാൻ പോകുന്നത്? ഇപ്പൊ വലിയ ഉന്മേഷത്തിലൊക്കെയാണ്. ഓൾറെഡി ഗബ്രിയെ അങ്ങ് മറന്ന മട്ടാണ്. പക്ഷേ വോട്ട് കിട്ടാനുള്ള ഒരു ചെറിയ ഒരു പൊടിക്കൈകളൊക്കെ ആയിരിക്കണം അവിടെ ഇട്ടോണ്ടിരുന്നത്. എന്തായാലും ഇനി ഇപ്പൊ പാടെ ഉപേക്ഷിച്ചിരിക്കും. ഇനി പറയാൻ കാരണമായല്ലോ, എന്റെ മാതാപിതാക്കൾ പറഞ്ഞു തന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്, എന്റെ മാതാപിതാക്കൾ പറഞ്ഞു തന്നതാണ് ഞാൻ കറക്റ്റായിട്ട് വിശ്വസിക്കാൻ പോകുന്നത്, അവർ പറഞ്ഞു തന്നു അതുകൊണ്ട് ഞാൻ കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ പോരെ. അത് തന്നെയാണ് ഇനിയും ചെയ്യാൻ പോകുന്നത്. റസ്മിനായാലും അത് തന്നെയാണ് ഇനി ചെയ്യാൻ പോകുന്നത്. റസ്മിനോട് പറഞ്ഞു കൊടുത്ത കാര്യം, ഫ്രണ്ട്ഷിപ്പിൽ പെട്ടുപോയി നീ ഗെയിം കളിക്കാതിരിക്കരുത്, ആദ്യം കളിച്ചിരുന്ന റസ്മിൻ അല്ല ഇപ്പൊ കളിക്കുന്നത് എന്നൊക്കെ ഉപദേശം കൊടുത്തിട്ടുണ്ട്. ഇനി അതനുസരിച്ച് അവർ കളിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അതിനിടയ്ക്ക് ജാസ്മിന്റെ അമ്മ ജിൻഡോയോട് പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടും അടി ഉണ്ടാകുമ്പോൾ ചേട്ടനും ഒരു സഹോദരി അടി ഉണ്ടാക്കുന്ന പോലെ തോന്നുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ജിൻഡോ പറഞ്ഞു, ഞങ്ങൾ ഇനി അടി ഉണ്ടാക്കും, എനിക്ക് അങ്ങനത്തെ വിഷയമൊന്നും ഇല്ല എന്നൊക്കെ ജിൻഡോ പറയുന്നുണ്ട്. ഇനിയെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്ക് എല്ലാവർക്കും